ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യെശയ്യാ 48:9, എൻ്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി, എൻ്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ ഞാനത് നിയന്ത്രിച്ചു. നമ്മുടെ നന്മയല്ല, നമ്മുടെ പുണ്യമല്ല, നമ്മുടെ പ്രയത്നമല്ല, നമ്മുടെ നന്മയ്ക്കെല്ലാം അപ്പുറം തൻ്റെ നാമത്തിൻ്റെ മഹിമയെ പ്രതിയാണ് ഞാൻ തള്ളപ്പെടാതിരുന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ നന്മയോ നമ്മുടെ പ്രായശ്ചിത്തമോ പരിഹാരമോ ഒന്നുമല്ല, ഒന്നുമല്ല. ദൈവം തൻ്റെ നാമത്തിൻ്റെ ഗ്ലോറി, ആ മഹത്വത്തിൻ്റെ വിരിപ്പ് അങ്ങോട്ട് വിരിഞ്ഞു വരുമ്പോൾ തൻ്റെ കോപം, എനിക്കെതിരെ ശിക്ഷ നിർണയിക്കുന്ന വിധി പിൻവലിക്കുകയാണ്. തൻ്റെ തന്നെ മഹിമയുടെ പ്രസാദം കൊണ്ട് ലോകം നിറയാൻ എന്നെ മുറിക്കാതെ, എവിടൊക്കെയോ ഞാൻ വെട്ടപ്പെടേണ്ടവനായിരുന്നു, എത്ര മുമ്പേ ഞാൻ വീഴേണ്ടവനായിരുന്നു, വിച്ഛേദിക്കപ്പെടേണ്ടവനായിരുന്നു, മുറിച്ച് പറിച്ച് ദൂരത്തേക്ക് എറിഞ്ഞ് ഞാങ്ങണ പോലെ ചവിട്ടി കുത്തി വഴിയിലേക്കും വഴിവെക്കലേക്കും ചവിട്ടി താഴ്ത്തപ്പെടേണ്ടവനായിരുന്നു നമ്മളൊക്കെ. പക്ഷെ കർത്താവിൻ്റെ മഹിമയെ പ്രതി അവിടുന്ന് പൊതിഞ്ഞ് പിടിച്ചു. നമ്മുടെ മഹിമയല്ല, നമ്മുടെ നന്മയല്ല, ദൈവനാമത്തിൻ്റെ മഹിമയാണ് നമ്മുടെ ഉടുവസ്ത്രം എന്ന് ഓർക്കണം. അവനെ വെറുതെ ജപിച്ച് സ്തുതിച്ച് നാമത്താൽ മുങ്ങി നിന്നാൽ, നാമമഹിമയിൽ മുങ്ങി നിന്നാൽ നമ്മൾ മഹത്വം കാണും. ആമേൻ ആമേൻ ആമേൻ.